ഒരു പെണ്ണിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിന് അപ്പുറത്ത് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിന് ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നമുക്ക് കസ്റ്റമറിനോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം കസ്റ്റമർ ഉണ്ടായതുകൊണ്ടാണ് ഞാനും എൻ്റെ കമ്പനിയും ജീവിച്ചു പോകുന്നത്. അപ്പോൾ എനിക്ക് മുകളിലുള്ളവരായാലും ആ ഒരു കസ്റ്റമറിൻ്റെ ബലത്തിൽ നിൽക്കുകയാണ്. ഇതെൻ്റെ മിന്ത്രയിൽ ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഡെലിവറി ആവുന്ന ഡേറ്റ് ജൂൺ 4 മുതൽ ജൂൺ 6 വരെയാണ് കൊടുത്തേക്കുന്നത്. എന്താ ഇതിന് കാരണമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ ഈ കാർ ഡെലിവറി ബോയ്സ് നമ്മുടെ വീട്ടിലൊക്കെ ഏത് വെയിലത്തും ഏത് മഴയിലും നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിക്കുന്നവരുണ്ടല്ലോ. ഓരോ ഈ കാർഡ് ഹബിൻ്റെ മുന്നിലും സമരം ചെയ്യുകയാണ്. അങ്ങനെ സമരം ചെയ്യുന്ന കുറച്ച് പേരാണ് എൻ്റെ പുറകിലുള്ളത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇവരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഡെലിവറി ചെയ്യുന്ന പ്രോഡക്ട്സ് നമുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇവരെ പരിചയമുള്ളൂ. ഇവരെ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഏകദേശം 22 രൂപയിൽ വർക്ക് ചെയ്ത ഒരു ചേട്ടനുണ്ട് ഇവിടെ. ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തതിന് 22 രൂപയിൽ വർക്ക് ചെയ്ത ഒരു ചേട്ടനുണ്ട് ഇവിടെ. ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന തുക എന്ന് വെച്ചാൽ 15 രൂപയാണ്. ഇനി അതിലും കുറെ താഴും വെട്ടി കുറയ്ക്കുമെന്നാണ് ഈ കാർഡ് മുതലാളിമാർ പറയുന്നത്. ഈ കൊടുക്കുന്ന 15 രൂപയിൽ നിന്ന് തന്നെ ഇൻഷുറൻസിന്റെ പേരിൽ ഏകദേശം 100 രൂപയോളം കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന 2 പേര് ആക്സിഡന്റ് ഉണ്ടായിട്ടും അവർക്ക് ഇതുവരെ ഒരു ഇൻഷുറൻസും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല. ഇനിയും ആണ് ഈ 15 രൂപയിൽ നിന്നും വെട്ടിക്കുറച്ച് തുച്ഛമായ ശമ്പളമായി കഴിഞ്ഞാൽ ഈ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ കേരളത്തിലെ പല ഈ കാർഡ് ഹബ്ബുകളിലും ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, ചെങ്ങന്നൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വാർത്തകൾ ഇപ്പോൾ ഏകദേശം സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് ഇവർ ഈ മഴയും വെയിലും ഒക്കെ കൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കുന്നത്. ഈ സമയത്ത് ഇവരുടെ കൂടെ നിന്നേ പറ്റൂ. ഫ്ലിപ്കാർട്ട് പോലുള്ള ഇപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് സാലറി കൊടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ, എനിക്ക് പറയാനുള്ള കാര്യം, ഫ്ലിപ്കാർട്ട്, മിന്ത്ര പോലുള്ള ആപ്പുകളിൽ നിന്ന് നമുക്ക് ഷോപ്പിംഗ് നിർത്തേണ്ടി വരും. ഈ കാർഡിൻ്റെ ഡെലിവറി എക്സിക്യൂട്ടീവ് ആണ്. 4 കൊല്ലമായിട്ട് ഞാൻ ഈ കാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ കയറിയപ്പോൾ എനിക്ക് സാലറി, അതായത് ഒരു ഷിപ്മെൻറ്റിന് 18 രൂപ വെച്ചായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പം പീസ് റേറ്റ് അങ്ങനെ തന്ന ഏകദേശം ഒരു 1 കൊല്ലം മുമ്പേ ആ റേറ്റ് വീണ്ടും കുറച്ചു. 18 നിന്ന് 15 കൺവേർട്ടായി. ഈ കൺവേർട്ടായ ടൈമിൽ തന്നെയാണ് നമ്മുടെ പെട്രോൾ വിലയും കാര്യങ്ങളും എല്ലാം ഉയർന്നത്. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ ഉൾക്കൊണ്ട് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ പുതിയൊരു നടപടി ഈ കാർഡിൻ്റെ ഭാഗത്തു നിന്നായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു കസ്റ്റമറിൻ്റെ തന്നെ ഒരു 3-4 ഷിപ്മെൻറ്റ് വരുമ്പം ആദ്യത്തെ ഒരു ഷിപ്മെൻറ്റിന് 15 രൂപ 50 പൈസയും ബാക്കിയുള്ള എല്ലാ ഷിപ്മെൻറ്റിനും 7 രൂപ 50 പൈസയിലേക്കും കമ്പനി അങ്ങോട്ട് നീക്കി തുടർന്ന് നടപടിയായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിനെതിരായിട്ടാണ് ഇപ്പം സമരത്തിലേക്ക് എത്തിയേക്കുന്നത്. എന്നെക്കാളും സൂപ്പർ സീനിയറാണ് ഇദ്ദേഹം. പുള്ളിയൊക്കെ 22 രൂപയ്ക്ക് വർക്ക് ചെയ്തോണ്ട് ആ റേറ്റ് വന്നതാണ്. പിന്നീടാണ് അത് 16 ആയി, 18 ആയി, 17 ആയി, 16 ആയി. പിന്നീടാണ് ഇപ്പം 15-50 ഇരിക്കുന്നത്. ആ സ്റ്റാൻഡിങ്ങിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം ഈ ഒരു സ്റ്റെപ്പ് അവർ കമ്പനി മുമ്പോട്ട് വെച്ചേക്കുന്നത്. കഴിഞ്ഞ കൊല്ലം വരെ നമുക്ക് BBD കഴിയുമ്പോൾ ഒരു ഇൻസെൻറ്റീവായിട്ട് ഒരു 5000 രൂപ തരുമായിരുന്നു. അപ്പോൾ ഈ കൊല്ലം വരെ അതും ഇല്ല, അതെല്ലാം കട്ടാക്കി. ഇപ്പം ഇൻഷുറൻസ് നമ്മുടെ കയ്യിൽ നിന്ന് മാസം 100 രൂപ വെച്ച് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. കൊണ്ടുവന്ന ഹെവി ലോഡാണ്. MBDയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് തവണ വാണിങ് ഫൈൻ അടച്ചിട്ടുണ്ട്. 15 രൂപ 50 പൈസ ആ ഒരു ഇതിൽ വരുമ്പം നമുക്ക് കിട്ടുന്ന ഷിപ്മെൻ്റ് എന്ന് വെച്ചാൽ 40 അല്ലെങ്കിൽ 45 ഷിപ്മെൻ്റൊക്കെ ആയിരിക്കും, അല്ല 50, അത്ര ഒരു ഷിപ്മെൻറ്റേ വരത്തുള്ളൂ. ഈ 50 ഷിപ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരു 750 രൂപയാണ് നമ്മൾ ഏണിങ്സ് ചെയ്യുന്നത്. 750-നകത്ത് നിന്ന് 150 രൂപ അടുത്ത് പെട്രോൾ ചിലവ് വരും. പെട്രോൾ ചിലവ്, പിന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസ്, മാസം സർവീസ്, അങ്ങനെയെല്ലാം വന്ന് പിന്നെ റീചാർജ്, അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും ഫാമിലി ഉണ്ട്, അതായത് പാർട്ട് ടൈം അല്ല, ഇത് ഫുൾ ടൈമായിട്ട് ഇത് ജോലിയായിട്ട് കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്കെല്ലാം ഫാമിലി ഉണ്ട്, ഞങ്ങളുടെ ഫാമിലി എല്ലാം കഴിഞ്ഞു പോകുന്നത് ഈ ഒരു വേതനത്തിലാണ്. അപ്പം ഇങ്ങനൊരു സ്കീം വരുമ്പോൾ വീണ്ടും നമുക്കതൊരു തിരിച്ചടിയാണ്. കാരണം നമുക്ക് ഏണിങ്സ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ 30 ഷിപ്മെൻറ്റ് 40 ഷിപ്മെൻറ്റ് വരെ അടിച്ചൊരു സമയമുണ്ട് ഒരു കസ്റ്റമറിൻ്റെ. അതായത് ഈ സെയിൽ വരുമ്പോൾ ഒരു കസ്റ്റമറിൻ്റെ 40 ഷിപ്മെൻറ്റ് വരെ ഞാൻ അടിച്ചിട്ടുണ്ട്. അത് പകുതിയാകുമ്പോൾ നമുക്ക് അത്രത്തോളം ഏണിങ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ചാൻസാണ് ഈ 40-30 ഷിപ്മെൻറ്റുകൾ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഷിപ്മെൻറ്റ്. അപ്പോൾ അതിന് പകുതി ഏണിങ്സ് ആകുമ്പോൾ നമുക്കത് അതുപോലെ പ്രഷറും പ്രയാസം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്തരം ഷിപ്മെൻ്റ് അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് സേഫ്റ്റി പ്രിക്കോഷൻസ് ആയിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതായത് മഴയത്ത് റെയിൻകോട്ടോ അങ്ങനെയൊന്നും കമ്പനി ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല.
അപ്പോൾ നമ്മൾ ഈ മഴയത്ത് തന്നെ ഇപ്പം ഈ സമരം തുടങ്ങുന്നതിന് 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴയത്ത് നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടാണ്. അതായത് നമ്മൾ 3 ചാക്ക് 4 ചാക്ക് ബാഗിനകത്ത് ഇട്ട് സെറ്റ് ചെയ്ത് ബൾക്ക് അടക്കം ചാക്കിനകത്ത് 2-3 ചാക്ക് ഇട്ട് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറിനോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം കസ്റ്റമർ ഉണ്ടായതുകൊണ്ടാണ് ഞാനും എൻ്റെ കമ്പനിയും ജീവിച്ചു പോകുന്നത്. അപ്പോൾ എനിക്ക് മുകളിലുള്ളവരായാലും ആ ഒരു കസ്റ്റമറിൻ്റെ ബലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് അവർക്കൊരു ഡാമേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മഴ നനഞ്ഞോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഓർഡർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം, അതേപോലെ കെയർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുമ്പോൾ പോലും കമ്പനിയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടും വിഷമമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ബൾക്ക് എന്ന് പറഞ്ഞ ഷിപ്മെൻറ്റ് സൈഡിൽ വെച്ചും ഫ്രണ്ടിൽ വെച്ചുമാണ് നമ്മൾ ഈ ബൾക്ക് കൊണ്ടുവന്നത്. ഈ പോകുന്ന വഴിക്ക് തന്നെ MVDയും പോലീസ് നമ്മളെ കൈ കാണിക്കാറുണ്ട്, പെറ്റി അടയ്ക്കാറുണ്ട്. ആദ്യമേയൊക്കെ ഒരുപാട് തവണ അവർ വാണിംഗ് ചെയ്ത് പിന്നെ അവർ പെറ്റി അടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്പനിയോട് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. കാരണം അവരവരുടെ കുറഞ്ഞ ചിലവിൽ, അതായത് ഇവർക്ക് സാറ്റലൈറ്റ് ഹബ്ബ് ഉണ്ട് അടുത്ത്, പക്ഷെ അവിടെ കൊടുക്കാണ്ട് കുറഞ്ഞ ചിലവിൽ നമ്മളെ കൊണ്ട് അടുപ്പിച്ച് അവർ ഏണിങ്സ് കൂടുതൽ ഉണ്ടാക്കുകയാണ്. അപ്പം അതൊക്കെ തന്നെ ഒരുപാട് പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഷിപ്മെൻ്റ് ഉണ്ട്. തേർഡ് പാർട്ടി ഷിപ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ പല മീഡിയാസ് വഴി ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഫ്രോഡ് ഷിപ്മെൻ്റാണ്. അപ്പോൾ ഈ ഷിപ്മെൻറ്റുമായിട്ട് ചെന്ന് നമ്മൾ ഡെലിവറി എക്സിക്യൂട്ടീവ് നമ്മളറിയുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഡെലിവറി എക്സിക്യൂട്ടീവ് ഇതുകൊണ്ട് ഡെലിവറി ചെയ്ത് ഇവർ ഓപ്പൺ ആക്കി കഴിയുമ്പോഴായിരിക്കും ഈ വരുന്നത് ഫ്രോഡാണ്, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സാധനങ്ങളാണ്, അല്ല അവർ ഓർഡർ ചെയ്തതല്ലാത്തതാണെന്നൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെലിവറി എക്സിക്യൂട്ടീവിനെ ലോക്കാക്കുകയാണ് ഈ കസ്റ്റമർ ചെയ്യുന്നത്. ലോക്കാക്കി നമ്മൾ സംഘർഷങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഘർഷം. ഈ സംഭവം ഫ്രോഡാണ് അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഈ കമ്പനിക്ക് അറിയാം. ഈ കമ്പനി കൊള്ള ലാഭത്തിന് വേണ്ടി വീണ്ടും ഇത് എന്താണ് ഈ കൊറിയറിലേക്ക് തന്നെ ഇത് കൊണ്ടുവന്ന് അവർ കൊള്ള ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ റൂട്ടിൽ പോയ ടൈമിൽ എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഭയങ്കര മഴയായിരുന്നു. സാലറി കിട്ടുന്നതിനകത്തു നിന്ന് നമുക്ക് ഇൻഷുറൻസ് കട്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിലത്തെ പല്ലിൻ്റെ പകുതി പോവുകയൊക്കെ ചെയ്ത്. ഈ ലേഡീസായിട്ട് ഞങ്ങൾ ബൾക്ക് ഒരു നല്ല രീതിക്ക് ബൾക്കാണെങ്കിലും ഗ്രോസറി നല്ല ലോഡാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതിന് ഈ ഇൻഷുറൻസും കാര്യങ്ങളും ഞങ്ങൾ ഒരു പെണ്ണിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിന് അപ്പുറത്ത് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളും കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ ഇന്ന് നേരത്തെ സീനിയറായിട്ടുള്ള അർച്ചന ചേച്ചിക്ക് ആക്സിഡൻറ്റ് പറ്റി തലയ്ക്ക് 5 സ്റ്റിച്ച് വന്നിട്ട് പോലും അവർക്ക് ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല ഇതുവരെ. കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആകുന്നു. അതിന് മുന്നേ വർക്ക് ചെയ്താണ് ഇവിടെ സീനിയറായിട്ടുള്ളവർ. അവരുടെ ഇതേപോലെ റൂട്ടിൽ പോകുന്ന ടൈമിൽ ആക്സിഡൻറ്റ് പറ്റി തലയ്ക്ക് 5 സ്റ്റിച്ച് വരെ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും പേയ്മെൻറ്റ് കട്ടാക്കിയിട്ട് പോലും ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കൊരു ഇതുമില്ല, പോയിട്ട് ഞങ്ങൾക്കൊരു ഗ്യാരണ്ടിയും ഞങ്ങൾക്കൊരു സേഫ്റ്റിയും ഇല്ല. മഴയത്തും വെള്ളപ്പൊക്കത്തിലൊക്കെ വെയിലത്തും മഴയത്തും ഇല്ലാതെ ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അതിനുള്ള കൂലിയെ ചോദിക്കുന്നത്. വേറെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ചോദിക്കുന്നത്. വേറെ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. അല്ലാതെ ഞങ്ങൾ ജോലി ആയിട്ടല്ലേ കാശ് ചോദിക്കുന്നത്. കേരളത്തിൽ ഇവിടെ മാത്രമല്ല സ്ട്രൈക്ക്, നമ്മുടെ കേരളത്തിലെ എല്ലാ ഹബ്ബുകളിലും സ്ട്രൈക്കാണ്. നേരെ പകുതി എമൗണ്ട് കുറച്ചപ്പോഴാണ് ഇത്രയും ഹബ്ബിൽ ആൾക്കാർ പ്രതിഷേധിച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതിന് ഇതുവരെ വ്യക്തമായിട്ടൊരു തീരുമാനം അവരിതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും, ഞങ്ങളിത് ക്ലോസ് ചെയ്യും, ഞങ്ങൾ വേറെ ആളെ ഇവിടെ റിക്രൂട്ട് ചെയ്ത് ഞങ്ങൾ റൂട്ടിൽ വിടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.